ആ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നീക്കുപോക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? കാരണം ആ സമയത്ത് ഈ കുടുംബവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സാധിച്ചിരുന്നു? അതോ ഇവിടെ നിന്ന് താങ്കൾ ഇടപെട്ടതിന് ശേഷമാണോ ആ കുടുംബവുമായിട്ട് നമുക്കൊരു ആക്സസ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ 2020 നമ്മൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുൻപുള്ള സമയത്താണ് നിങ്ങൾക്കറിയാം അവിടെ സിവിൽ വാർ ആയിരുന്നു. സിവിൽ വാർ ആയതുകൊണ്ട് തന്നെ ഇതിൽ കോടതി നമ്മുടെ എംബസി അവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും നിയമസഹായം പോലും നിമിഷയ്ക്ക് ലഭിച്ചിരുന്നില്ല. കൃത്യമായിട്ട് വിധി വന്നതുപോലും വളരെ വൈകി അറിയുന്ന സ്ഥിതിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. 2020 ഇവിടെ നമ്മുടെ നാട്ടിലെ നിങ്ങളെപ്പോലെ പത്രപ്രവർത്തക സുഹൃത്തുക്കളൊക്കെ അറിയിച്ചതിൻ്റെയും ചില മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്നത്തെ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുകയും ഒരു ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായ ഇടപെടലുകൾ, അത് കുടുംബമായിട്ട് നേരിട്ടിട്ട് നമുക്ക് ആക്ഷൻ കൗൺസിൽ എന്ന നിലയ്ക്ക് ഇടപെടാൻ കഴിഞ്ഞില്ല. പക്ഷേ പല രീതിയിൽ പല ആളുകൾ മുഖേനയൊക്കെ നമ്മൾ ചില അഭിപ്രായങ്ങൾ, പക്ഷേ വളരെ ശക്തമായി ഇപ്പോഴും ഏറ്റവും ഒടുവിലും നിങ്ങൾ ഈ കാണുന്ന പ്രതിസന്ധി തുടക്കം മുതലേ നമുക്കുണ്ടായിരുന്നു. കുടുംബവുമായിട്ട് നേരിട്ടിടപെട്ട് അത് ഇടപെടുന്നില്ല. പക്ഷേ അവിടുത്തെ ഷെയ്ഖുമാരും മറ്റുമായിട്ടൊക്കെ ഇടപെട്ട് പ്രാഥമികമായ ചർച്ചകളും ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ അതിന് ഫലപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല. ഒരു ക്രെഡിറ്റും വേണ്ട. ഈ പാവപ്പെട്ട പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ മതി. ആർക്ക് വേണമെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ. വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. ഈ മർക്കസിൻ്റെയും ഉസ്താദിൻ്റെയും സാന്നിധ്യവും സഹായവും ഒരിടത്തും പരാമർശിക്കാതെ പോയ വാർത്തകളും ദയവ് ചെയ്ത് നിങ്ങളത് പിന്നെ ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കുള്ള അവസരം ഉണ്ടാക്കി. അല്ല, ഇതിൽ എന്താ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ മാധ്യമങ്ങളുടെ ഒരു സഹായം തുടക്കം മുതലേ നമുക്ക് വലിയ രീതിയിലുള്ള സഹായം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പല നെഗറ്റീവ് വാർത്തകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വാർത്തകൾ, ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്ന നെഗറ്റീവ് വാർത്തകൾ ഇതിനെ വലിയ രീതിയിൽ ബാധിക്കും. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നിങ്ങളൊന്നും അറിയാത്ത നൂറുകണക്കിന് ആളുകൾ നിശബ്ദരായി ഇതിന് വേണ്ടിയിട്ട് പല കാലത്തായിട്ട് പ്രവർത്തിച്ചവരാണ്. അവരാരും ഇതിന് ക്രെഡിറ്റ് എടുത്തവരല്ല. നമ്മളൊക്കെ തന്നെ 5 വർഷമായിട്ട് നിങ്ങൾ ചിലപ്പം ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് കാണുന്നത്. സാമുവൽ ജോൺ പക്ഷേ അല്ല, നിങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ റോള് വഹിക്കുന്നുണ്ട്. അതാ, പക്ഷെ അതിപ്പോൾ അതൊരു പ്രശ്നമാക്കി നിങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ആ മിഷന് അല്ല, അതിനുള്ള പ്രചരണം കൊടുക്കാതിരിക്കാനുള്ള ഒരു മിതത്വം ഈ വാർത്തയിൽ കാണിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പ്രതിരോധിക്കാൻ ഒരു ഫൈറ്റിങ്ങിലേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആക്ഷൻ കമ്മിറ്റിയുടെ അവിടെ യമനിലെ സാഹചര്യം വെച്ച് ഞങ്ങൾക്ക് അവിടെ ഇടപെടാനുള്ള ഒരു പരിമിതിയുടെ പുറത്താണ് സാമുവൽ ജെറോം എന്ന് പറയുന്ന അവിടെയുള്ള വ്യക്തിയെ ഞങ്ങൾ ഇത്രയും കാലം ഡിപ്പെൻഡ് ചെയ്തു പോയത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് $40,000 ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നും തെണ്ടിപ്പിരിച്ച് നെഗോഷിയേഷൻ ഫണ്ട് എന്ന നിലയ്ക്ക് ഞങ്ങൾ സമാഹരിച്ച് നൽകിയത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ചുമതല നൽകി എന്നതിൽ കവിഞ്ഞ് അദ്ദേഹത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ എല്ലാ പരമാധികാരിയെയും എവിടെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഓരോ സംഭാഷണവും, മീഡിയകളോടുള്ള സംഭാഷണവും ഈ നെഗോഷിയേഷനെ യമനിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് യമനിൽ നിന്ന് കിട്ടുന്ന വിവരം. കാരണം തള്ളിപ്പറയുന്നതിൻ്റെ കാരണം ഇവിടെയുള്ള പണ്ഡിതന്മാരും അവിടെയുള്ള പണ്ഡിതന്മാരുമായുള്ള സംസാരത്തെ എവിടെയും അഡ്മിറ്റ് ചെയ്യാതെയുള്ള സംസാരം. ഞങ്ങൾ ആരുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഉള്ള വസ്തുതയായിട്ട് പറയണം എന്നുകൂടിയാണ് ഞങ്ങളുടെ അഭ്യർത്ഥിക്കുന്നത്. അത് സാമൂഹിനോട് ഞങ്ങൾ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചർച്ചയിൽ ഇവിടെ നമുക്ക് പല രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ. അത് സാമൂഹികമായ ചില പ്രതിരോധങ്ങൾ അവിടെയുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഉസ്താദുമായി നടത്തിയ ചർച്ചയുടെ ഒരു അംശം പോലും ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഇപ്പം തൽക്കാലം ഇതിൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് ഞങ്ങൾ അത് സാധിക്കുന്നില്ല. അതാണ് അതിൻ്റെ അകത്തുള്ളത് പ്രശ്നം.